അംഗീകരിച്ചുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റേതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് ഹൈക്കമാൻഡ് ഈ തീരുമാനമെടുത്തത്. ഘടകകക്ഷികളെ പലവട്ടം കേൾക്കാൻ തയ്യാറായി. ഹൈക്കമാൻഡ് തീരുമാനത്തെ ലീഗ് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. കേരള ജനതയ്ക്കൊപ്പം ഞങ്ങളും അംഗീകരിക്കുകയാണ്. ചിന്തിക്കുന്നത് പരിപൂർണമായും അംഗീകരിച്ചിരിക്കുന്നു. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ സതീശൻ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFന്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം ഇനി തുടർന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആഹ്ലാദങ്ങളും പങ്കുവെക്കുകയാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അസ്ലം, തുടക്കം മുതൽ ലീഗിന്റെ ആവശ്യം അതായിരുന്നു ജനവികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരണം എന്ന്. ഏറ്റവും ഒടുവിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ഖർഗെ വിളിച്ചപ്പോഴും അതേ നിലപാടാണ് ലീഗ് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വരുന്നു. മുസ്ലിം ലീഗ് സമ്പൂർണ്ണ തൃപ്തരാണോ? തീർച്ചയായും VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തുടക്കം മുതൽ തന്നെ VD സതീശന് അനുകൂലമാണ് ജനവികാരമെന്നും അതാണ് പരിഗണിക്കേണ്ടതെന്നുള്ള നിലപാടെടുക്കുകയും അത് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും എന്ന് മാത്രമല്ല അതിന് പിന്നീട് പല KC വിഭാഗം ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുനയിപ്പിക്കാനും വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ആ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്മാറാതെ നിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോളം തങ്ങളുടെ നിലപാടിലുള്ള ഒരു അംഗീകാരം കൂടി ആയി എന്ന് മാറിയ സംശയമില്ല. ലീഗ് ഒരു പാർട്ടി എന്ന നിലയിൽ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും പ്രധാനമായി പ്രവർത്തിച്ചത് ജനവികാരം. ഞാൻ അസ്ലമിലേക്ക് വരാം.